പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ ഡോക്ടർമാരെ ന്യായീകരിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട്. ശാസ്ത്രീയ ചികിത്സ നൽകിയതായി DMO നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ കൈയിലെ രക്തയോട്ടം നിലയ്ക്കാനുള്ള കാരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമില്ല. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിജു KM, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജവഹർ KT എന്നിവരാണ് അന്വേഷണം നടത്തിയത്. കുട്ടിയുടെ കയ്യിൽ പഴുപ്പുണ്ടാകാൻ കാരണം എന്താണെന്ന് വ്യക്തമാക്കാത്ത റിപ്പോർട്ടാണ് നിലവിൽ സമർപ്പിച്ചത്. സെപ്റ്റംബർ 24-25 തീയതികളിൽ ജില്ലാ ആശുപത്രിയിലെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെത്തിയ കുട്ടിയുടെ കയ്യിൽ രക്തഓട്ടത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 30-ന് ആശുപത്രിയിലെ ഓർത്തോ OPയിലെത്തിയ കുട്ടിയുടെ കയ്യിലേക്ക് രക്തം വരുന്നുണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിൽ ഡോക്ടർമാരുടെ വീഴ്ച അംഗീകരിക്കുന്നില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 പേരിനെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറയുന്നത് ഇപ്പോൾ അതിലൊന്നും ഒരു ഇതില്ല, ഇത് സാഹചര്യം കൊണ്ട് ഉണ്ടാവുന്നാണ് അവർ പറയുന്നത്. RDO അതേസമയം ആരോഗ്യമന്ത്രി നിയോഗിച്ച സമിതിയുടെ അന്വേഷണം തുടരുകയാണ്. കുട്ടിയെ ചികിത്സിച്ച പാലക്കാട്, കോഴിക്കോട് ആശുപത്രികളിലെ ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.